ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഭർത്താക്കന്മാരോട്, പ്രത്യേകിച്ചും വിദേശത്ത് ജോലി ചെയ്യുന്ന ഹസ്ബൻഡ്സിനോട്. നിങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി, വീട്, സ്വർണം, ഇതെല്ലാം തന്നെ നിങ്ങളുടെ പേരിൽ വാങ്ങിച്ച് വയ്ക്കൂ. ഭാര്യമാരുടെ പേരിൽ വാങ്ങിച്ച് വെക്കേണ്ട. ഞാൻ ഈ പറയുന്നത് എല്ലാ ഭാര്യമാരും ചീറ്റ് ചെയ്യും എന്നല്ല, നല്ലവരുണ്ട്, ഇല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. കൂടുതലും വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരുടെ ഭാര്യമാരാണ് ഈ പറയുന്ന കളികൾ കൂടുതലും കളിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന പൈസ, ആ പൈസ കൊണ്ട് നിങ്ങൾ വാങ്ങിച്ച് വെക്കുന്ന പ്രോപ്പർട്ടി അത് ഭാര്യയുടെ പേരിലാകുമ്പോൾ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, ഡിവോഴ്സ് സമയത്ത് ഈ പ്രോപ്പർട്ടി പുള്ളിക്കാരിക്ക് അങ്ങ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ രണ്ട് പേരുടെയും പേരാണെങ്കിലും പിന്നെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് പകുതി, ഒക്കെ പകുതി. എന്തിനാ ഇതിനൊക്കെ പോകുന്നത്? എന്താവശ്യത്തിന്? നിങ്ങൾ നല്ല രീതിയിൽ പൊന്നുപോലെ ഭാര്യയും മക്കളെയും നോക്കുക. അത് അത് നോക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾ നിക്ഷേപിക്കുന്ന പൈസ, നിങ്ങൾ സേവ് ചെയ്യുന്ന പൈസ, നിങ്ങൾ പൈസ കൊണ്ട് വാങ്ങിക്കുന്ന പ്രോപ്പർട്ടി, ഇതെല്ലാം തന്നെ നിങ്ങൾ നിങ്ങളുടെ പേരിൽ വാങ്ങിക്കേ. ബാക്കി പിന്നെ നോക്കാന്നേ. എന്തിനാണ് അറിഞ്ഞും കൊണ്ട് ഈ എന്താ പറയുക, വടി കൊടുത്ത് അടി വാങ്ങിക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ ഭാര്യമാരാരും സ്നേഹത്തിന് വേണ്ടിയല്ല കൂടുതലും വിദേശത്തുള്ള, ഇവിടെയുണ്ട് കേട്ടോ, വിദേശത്ത് മാത്രമല്ല ഞാൻ പറയുന്നത്, മൊത്തം ആളുകൾ, പെണ്ണുങ്ങൾ ഇങ്ങനെ തന്നെയാണ് കൂടുതലും. മെജോറിറ്റി ഇങ്ങനെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഭാര്യമാർ കയറി എന്നെ പൊങ്കാലിടാൻ നിൽക്കേണ്ട. നല്ല ഭാര്യമാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ കൂടുതലും എനിക്ക് വരുന്ന കേസുകളാണെങ്കിലും എനിക്ക് വരുന്ന കൺസൾട്ടേഷൻ ആണെങ്കിലും ഭർത്താക്കന്മാർ കരയുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പറയുവാണ്, സിൻസിയർ റിക്വസ്റ്റാണ് ഓരോ ഹസ്ബൻഡ്സിനോടും, നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് വാങ്ങിക്കുന്ന പ്രോപ്പർട്ടി നിങ്ങൾ നിങ്ങളുടെ പേരിൽ വാങ്ങിക്കൂ, ഭാര്യയുടെ പേരിൽ വാങ്ങിക്കേണ്ട. ഇന്നോ നാളെയോ നിങ്ങളുടെ എതിരെ ലീഗൽ ഡിസ്പ്യൂട്ട്സ് വരുമ്പോൾ ഈ പ്രോപ്പർട്ടി മുഴുവനും പോയി കിട്ടും. അതുകൊണ്ട് എന്താ പറയുക, ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഓക്കെ, ബൈ.